الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين കുൽ നബിയെ താങ്കൾ പറയൂ, മൻകാന അദുവ്വൻ ലി ജിബ്രീല, ആരെങ്കിലും ജിബ്രീലിൻ്റെ ശത്രുവാണെങ്കിൽ എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? മദീനയിലെ യഹൂദികൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, ഞങ്ങൾ ജിബ്രീൽ കൊണ്ടുവന്ന ഖുർആൻ അംഗീകരിക്കില്ല, കാരണം ഞങ്ങൾ ജിബ്രീലിൻ്റെ ശത്രുവാണ്. ഇതാണ് ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം. അതിന് അല്ലാഹു തആല മറുപടി പറയുകയാണ്, ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക്, നിശ്ചയമായും അദ്ദേഹം ജിബ്രീൽ അതിനെ ഇറക്കിയത്, അതിനെ കൊണ്ടുവന്നത് മിൻ അലാ ഖൽബിക, താങ്കളുടെ ഹൃദയത്തിൽ ഇറക്കിയത് ബിഇദ്നില്ലാ, അല്ലാഹുവിൻ്റെ അനുമതി പ്രകാരമാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, അതിൻ്റെ മുമ്പുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ടും, അതിൻ്റെ മുമ്പുള്ള ഇഞ്ചീലിനെയും തൗറാത്തിനെയും സത്യപ്പെടുത്തിക്കൊണ്ടും, വഹുദൻ സന്മാർഗമായിട്ടും, വബുശ്റാ സന്തോഷവാർത്തയായിട്ടും, ലിൽ മുഅ്മിനീൻ സത്യവിശ്വാസികൾക്ക്, മുഅ്മിനീങ്ങൾക്ക് സന്തോഷവാർത്തയായിട്ടും, മുഅ്മിനീങ്ങൾക്ക് ഹുദയായിട്ടും അവതരിച്ചതാണത്. മൻകാന അദുവ്വൻ ലില്ലാ, ആരെങ്കിലും അല്ലാഹുവിൻ്റെ ശത്രുവാണെങ്കിൽ, വമലായികത്തി, ആ അല്ലാഹുവിൻ്റെ മലക്കുകളുടെ ശത്രുവാണെങ്കിൽ, വറുസുലിഹി റസൂലുകളുടെ ശത്രുവാണെങ്കിൽ, വജിബ്രീല മീകാല, ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെയും മീകായിൽ അലൈഹിസ്സലാമിൻ്റെയും ശത്രുവാണെങ്കിൽ അറിഞ്ഞുകൊള്ളുക, ഫഇന്നല്ലാഹ അദുവ്വുൽ ലിൽ കാഫിരീൻ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു തആല അവിശ്വാസികളുടെ ശത്രുവാകുന്നു. ഇതാണ് അതിനുള്ള മറുപടി. ഇതിൻ്റെ സന്ദർഭം, മദീനയിലെ യഹൂദികൾ ഞങ്ങൾ ജിബ്രീലിൻ്റെ ശത്രുവാണ്, അതുകൊണ്ട് ജിബ്രീൽ കൊണ്ടുവന്ന് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ വാദത്തിന് മറുപടിയായി അല്ലാഹു തആല അവതരിച്ചതാണ് ഈ രണ്ട് ആയത്ത്. സത്യമായി മനസ്സിലാക്കുന്ന മുഅ്മിനീങ്ങൾ നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.